PSC പരീക്ഷകളിൽ റാങ്കുകൾ വാങ്ങിക്കൂട്ടിയില്ലെങ്കിലും ഒരു പരീക്ഷയ്ക്കെങ്കിലും ടോപ്പ് റാങ്ക് വാങ്ങി പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും അല്ലേ. ഒന്നല്ല 10 റാങ്ക് വരെ നമുക്ക് നേടാൻ കഴിയും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇന്ന് വരെ നിങ്ങൾ പിന്തുടർന്ന സ്റ്റഡി രീതികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ പഠന രീതിയിലുണ്ടാവും. ഒരു ചേഞ്ച് വരുത്തുമ്പോഴാണ് നമ്മുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആവും, പുതിയ പുതിയ ഐഡിയാസും നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും, പഠിക്കാനുള്ളൊരു ഊർജ്ജമൊക്കെ കിട്ടും. അതിനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു ടൈം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സമയം കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ബ്രെയിൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. ഒരു ദിവസത്തിൽ, അതായത് 24 മണിക്കൂറിൽ എപ്പോഴും ബ്രെയിൻ ഒരേ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് ബ്രെയിൻ ഭയങ്കര ഡൗൺ ആവാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഉച്ചയ്ക്ക് 11 മണി തൊട്ട് ഒരു 3 മണി വരെയൊക്കെ പലപ്പോഴും പലർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയാറില്ല. ആ സമയത്ത് ബ്രെയിൻ കുറച്ച് വീക്കാവും. അങ്ങനെയുള്ള സമയങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമല്ലാത്ത സമയങ്ങൾ ഒഴിവാക്കി ഏറ്റവും ബെസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല. ചില ആളുകൾക്ക് രാത്രിയിൽ പഠിക്കാനായിരിക്കും താല്പര്യം. അതിൽ ഏത് ടൈമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ടൈം പരമാവധി ഉപയോഗിക്കുക. ആ ടൈം എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂറല്ല, ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും അതിനായിട്ട് മാറ്റിവെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്നവരായിരിക്കും, പക്ഷേ ഹോസ്റ്റലിലോ വീട്ടിലോ ഒക്കെ ബഹളങ്ങൾ കാരണം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. സോ അധികം ബഹളങ്ങളില്ലാത്ത ഒരു സമയം കണ്ടുപിടിക്കുന്നതും നല്ലതായിരിക്കും. നിങ്ങൾ ഏത് സമയം കണ്ടുപിടിച്ചാലും എല്ലാ ദിവസവും അതേ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ 4:30 പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി 4:30 തന്നെ പഠിക്കുക. കാരണം അത് ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം മുടക്കിയാലും നമുക്കൊരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. നമ്മൾ ഡെയിലി ഒരേ സമയത്ത് ഫുഡ് കഴിക്കുന്നല്ലോ. ഇപ്പോൾ 1 മണിക്ക് ഫുഡ് കഴിക്കുന്നു, നെക്സ്റ്റ് ആ 1 മണിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അതേ രീതി തന്നെ വരും. കാരണം നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ എന്തോ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയില്ലല്ലോ എന്നൊരു ചിന്ത വന്നിട്ടെങ്കിലും നിങ്ങൾ പഠിക്കാനിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ലേണിംഗ് സ്റ്റൈൽ. അതായത് ഏത് പഠന രീതിയാണ് നിങ്ങൾക്ക് യോജ്യമെന്ന് കണ്ടുപിടിക്കുക. പ്രധാനമായിട്ടും ആൾക്കാർ 2 രീതിയിലാണ് പഠിക്കുന്നത്. ഒന്നുകിൽ തനിച്ചു പഠിക്കും, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി ചെയ്യും. തനിച്ച് പഠിക്കുമ്പോൾ ഉറക്കം വരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ആളുകളാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെയൊന്നും കൂട്ടരുത്, ഒരു 1-2 പേര് അത്രേ ആവാൻ പാടുള്ളൂ. ആ 1-2 പേര് നന്നായിട്ട് പഠിക്കുന്നവരും ആയിരിക്കണം. നിങ്ങളെപ്പോലെ ഉഴപ്പാൻ പാടുള്ളവരല്ല. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അവർ ഉഴപ്പുന്നവരാണെങ്കിലും നിങ്ങളുടെ പഠനത്തെ അത് ബാധിക്കും. എല്ലാവരും കട്ടയ്ക്ക് പഠിക്കുന്നവരായിരിക്കണം, കൃത്യസമയത്ത് പഠിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രം കൂട്ടുകൂടി കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. പിന്നെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ട് എഴുതി നോക്കുന്നതായിരിക്കും താല്പര്യം. ചിലർക്ക് ഉറക്ക വായിച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അതിൽ ഏത് രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു ടോപ്പിക്ക് നന്നായിട്ട് വായിച്ച് പഠിക്കും, മനസ്സിലാക്കി പഠിക്കും. അതിനുശേഷം കാണാതെ അതൊരു നോട്ട്സിലോട്ട് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതി നോക്കും. എഴുതി നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മിസ്സിങ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ പോയിട്ട് ആ നോട്ട്സ് വായിച്ച് പഠിച്ചിട്ട് ഒന്നുകൂടി എഴുതും. അപ്പോഴത്തേക്കും മൈൻഡ് നല്ല തറവാകും. റിവിഷൻ്റെ ആവശ്യം പോലും വരാറില്ല. അടുത്ത 3ാമത്തെ ടിപ്പാണ് നെവർ സ്റ്റഡി ഇൻ സ്ട്രെസ്. സ്ട്രെസ് ഉള്ളപ്പോൾ ഒരിക്കലും പഠിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ഡെയിലി സ്ട്രെസ് ഉണ്ടാവും അല്ലേ. പല രീതിയിലുള്ള സ്ട്രെസ്സും ടെൻഷനും അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്ന് എഴുതിയിട്ട് നമുക്ക് ദിവസവും പഠിക്കാതിരിക്കാൻ പറ്റും? അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓവർ സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബ്രെയിനൊക്കെ വീർക്കുന്നത് പോലെ, എൻ്റെ ഫേസൊക്കെ വീർത്തിരിക്കുന്നു, എനിക്ക് ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ടെൻഷനാണ്. ആ രീതിയിലുള്ള സ്ട്രെസ്സൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. ആദ്യം നമുക്ക് വേണ്ടത് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തുമാണ്. അതിനുശേഷമാണ് ജോലിയും പഠനവും ഒക്കെ വേണ്ടത്. സോ ആദ്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്ട്രെസ്സ് കുറച്ച് വെക്കുക. അത് മെഡിറ്റേഷനോ പ്രാർത്ഥനയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് സ്ട്രെസ്സ് കുറച്ച് വെച്ചിട്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ സ്ട്രെസ്സ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അനാവശ്യമായിട്ട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അവസരം തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. സോ മാക്സിമം സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക. ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. പഠിക്കുന്നതിന് ഒരു 10 മിനിറ്റും ഈ 2 കാര്യങ്ങളും ചെയ്തിട്ടൊന്ന് പഠിക്കാൻ നോക്കുക. ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നോർമലി എല്ലാവർക്കും ചെറിയൊരു സ്ട്രെസ് ഉണ്ടാവും. ഈ ജോലി കിട്ടുമോ, ഈ പരീക്ഷ പാസ്സാവുമോ എന്നൊക്കെ. അത് നോർമലാണ്. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനാണ് ഈ മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ വേണ്ടത്. അതിനുശേഷം നല്ല ക്ലിയർ മൈൻഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക.
ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരുപാട് ചേഞ്ചസ് വരും. നിങ്ങളൊരു PSC സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്റ്റുഡൻ്റാണ്, ചെറിയ കാര്യമല്ല PSCക്ക് പഠിക്കുക എന്ന് പറയുന്നത്. സോ അതിനെ സീരിയസ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് കളിക്കേണ്ട സമയത്ത് കളിക്കാൻ പോകാം, അല്ലെങ്കിൽ TV കാണാം, മൊബൈൽ കാണാം. പക്ഷേ പഠിക്കുന്ന സമയം അതിനായിട്ട് മാത്രം മാറ്റി വയ്ക്കുക. ഒരു 4 മണിക്കൂർ നിർബന്ധമായിട്ടും മാറ്റി വയ്ക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരേ സ്ട്രെസ്സിലിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. 2 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തോ എങ്ങനെയാണെങ്കിലും ഒരു 4-5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടോപ്പ് റാങ്കിൽ കയറുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.